ലോക്സഭയിൽ അദാനിയുമായി ബന്ധപ്പെട്ട ചർച്ച തടഞ്ഞുവെന്ന് ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി. ബി.ജെ.പിയുടെയും ആർ.എസ്.എസിന്റെയും നിലപാട് അംബേദ്കർ വിരുദ്ധമാണ്. അംബേദ്കർ വിരുദ്ധ നിലപാടിൽ അമിത്ഷാ മാപ്പ് പറയണമെന്നും രാജിവെക്കണമെന്നും രാഹുൽ ഗാന്ധി ആവശ്യപ്പെട്ടു. പാർലമെന്റിന് ഉള്ളിലേക്ക് പോകണമെന്നാവശ്യപ്പെട്ടപ്പോൾ ബി.ജെ.പി എംപിമാർ തടഞ്ഞു. അദാനിയാണ് മോദിക്ക് എല്ലാം, അതിനെ ചോദ്യം ചെയ്യാനാവില്ലെന്നും രാഹുൽ ഗാന്ധി പറഞ്ഞു. യു.എസിൽ അദാനി ഗ്രൂപ്പിനെതിരെ കുറ്റപത്രം സമർപ്പിച്ചത് പാർലമെന്റിൽ സംസാരിക്കുന്നത് തടയാൻ ബി.ജെ.പി ശ്രദ്ധ തിരിക്കുന്ന തന്ത്രങ്ങൾ ഉപയോഗിക്കുകയാണ്. സമാധാനപരമായ പ്രതിഷേധം തടഞ്ഞ ബി.ജെ.പി എംപിമാരാണ് പാർലമെന്റിൽ ബഹളമുണ്ടാക്കിയത്. പ്രധാനമന്ത്രി മോദിയും അദാനിയും തമ്മിലുള്ള ബന്ധം മറച്ചുവെക്കാനാണ് ബി.ജെ.പി ശ്രമിക്കുന്നത്. പ്രധാനമന്ത്രി ഇന്ത്യയെ വ്യവസായിക്ക് വിൽക്കുകയാണ് എന്നും രാഹുൽ ഗാന്ധി ആരോപിച്ചു. അദാനിയുടെ അഴിമതിയാണ് എല്ലാത്തിൻ്റെയും തുടക്കം. അതിൽ ചർച്ച നടക്കാതിരിക്കാനാണ് സർക്കാർ ശ്രമിച്ചത്. ഇതിനുശേഷമാണ് അമിത്ഷായുടെ പ്രസ്താവന വന്നത് എന്നും രാഹുൽ ഗാന്ധി ചൂണ്ടിക്കാട്ടി. അമിത്ഷാ പ്രസ്താവന പിൻവലിച്ച് മാപ്പ് പറയണമെന്ന് കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജുൻ ഖാർഗെ ആവശ്യപ്പെട്ടു. അംബേദ്കറിനും നെഹ്റുവിനുമെതിരെ ബി.ജെ.പി കള്ളപ്രചാരണം നടത്തുകയാണ്. അംബേദ്കറിനെ കുറിച്ചുള്ള കേന്ദ്ര നിലപാട് ദുഃഖകരമാണ്. ബി.ജെ.പി മസിൽ പവർ കാണിക്കുകയാണ് എന്നും ഖാർഗെ ആരോപിച്ചു.